ഇന്നലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പ്ലേ ഓഫ് സ്പോട്ടിന് വേണ്ടിയിട്ടുള്ള RCBയുടെയും ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും കളിയിൽ RCBയുടെ വിജയത്തിന് ഒരുപാട് കാരണങ്ങൾ പലർക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റും. പക്ഷേ യഥാർത്ഥ കാരണം മഹേന്ദ്ര സിംഗ് ധോണി RCBക്കെതിരെ അടിച്ച ഒരു സിക്സ് ആണ്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തള്ളായിട്ട് തോന്നും, പക്ഷേ അങ്ങനെ തോന്നുന്നവരൊരു കാര്യം ചെയ്യും. ഇപ്പം RCBയുടെ ഒഫീഷ്യൽ പേജ് എടുത്ത് നോക്കുക. ഒഫീഷ്യൽ പേജിൽ ഏകദേശം 4.5 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 മിനിറ്റ് 50 സെക്കൻഡ് മുതലുള്ള പോർഷനകത്ത് ദിനേശ് കാർത്തിക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ചെന്നൈ നായകനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയുടെ സിക്സറാണ് വിജയത്തിനുള്ള കാരണമെന്ന്. ഇന്നത്തെ മത്സരത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ചെന്നൈക്ക് വേണ്ടിയിട്ട് ധോണി ആ ഒരു പന്ത് സിക്സ് അടിച്ച് വെളിയിൽ കളഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പുതിയ പന്തെടുക്കേണ്ടി വന്നു. നേരത്തെ ഉള്ള പന്തിൻ്റെ ആ ഒരു ഷൈനസ് പോയിട്ട് ഗ്രിപ്പ് പോയിരുന്നതാണ്. അതുകൊണ്ട് പ്രോപ്പറായിട്ട് ബോളിംഗ് നടക്കുന്നില്ലായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എത്ര നന്നായിട്ട് ഇറങ്ങിയാലും ലൂസ് ബോൾ വീണ് അടി പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം RCB ഗ്രിപ്പിന് വേണ്ടിയിട്ട് പുതിയ ബോൾ എടുക്കണമെന്ന് പലതവണ അമ്പയറോട് പറയുന്നുണ്ട്. അമ്പയർ കേൾക്കാതിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ബൈ ഡിവൈൻ സേക്ക് എന്നൊക്കെ പറയുന്ന പോലെ ധോണി അടിച്ച് പന്ത് വെളിയിലിട്ടപ്പം പുതിയ പന്ത് എടുക്കാൻ നിർബന്ധിതരായി. നല്ല ഗ്രിപ്പുള്ള പന്തായിരുന്നു. പന്ത് അധികം പഴകുന്നതിന് മുമ്പ് തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ നന്നായിട്ട് എറിഞ്ഞ് യാഷ് ആ ഓവർ അങ്ങ് ഫിനിഷ് ചെയ്തു. അങ്ങനെയാണ് വിജയത്തിന് കാരണമായത്. ധോണി ആ പഴയ പന്ത് അടിച്ച് പുറത്തേക്ക് കളഞ്ഞ് പുതിയ പന്ത് എടുക്കാൻ കഴിഞ്ഞതിലൂടെയാണ് ഞങ്ങളുടെ വിജയം സാധ്യമായത്. അതാണ് കളിക്കളത്തിലെ ഏറ്റവും ടേണിംഗ് പോയിന്റ് എന്ന് ദിനേശ് കാർത്തിക് തന്നെയാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. ദിനേശ് കാർത്തിക് ആ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് RCBയുടെ ഒഫീഷ്യൽ പേജിൽ പോയി കഴിഞ്ഞാൽ ആ കാണുന്ന വീഡിയോ 2 മിനിറ്റ് 50 സെക്കൻഡ് മുതലുള്ള പോർഷനിൽ ദിനേശ് കാർത്തിക് കൃത്യമായിട്ട് പറയുന്നുണ്ട്.